എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കുരിമുകൾ, മച്ചേൽ കുരിമുകളാണ് നമുക്ക് ഈ വീട് വരുന്നത്. ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 4,100 സെൻറ്റ് വരുന്നത്. നമുക്ക് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1000 സ്ക്വയർ ഫീറ്റും 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ 2 കാറുകളുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് നമുക്ക് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വില്ല പ്രോജക്റ്റാണ്. നമ്മുടെ കുരിമുൾ ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വലിയൊരു വില്ല പ്രോജക്റ്റ് വരുന്നത്. ഇവിടെ ഏകദേശം നമുക്കൊരു 20 വീട് അടുപ്പിച്ച് സെയിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 80% വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇവിടെ വീട്ടിലെല്ലാം നമുക്ക് താമസമായിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം സെൻറ്റർ, നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഒരു 13 കിലോമീറ്ററാണ് ഈ വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നമുക്ക് എയർപോർട്ട് പോകാൻ വേണ്ടി 15 കിലോമീറ്റർ, നമുക്ക് നേമം പോകാൻ വേണ്ടി 7 കിലോമീറ്ററും പാപ്പനംകോട് പോകാൻ 6 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ കുരിമുൾ ജംഗ്ഷൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 200 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് നിൽക്കുന്നത്. നമുക്ക് ഈ വീട് ചോദിക്കുന്നത് വാസ്തുപ്രകാരമാണ്. അതുപോലെ നമുക്ക് പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ വുഡും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ പ്ലാവാണ്. അത് നമുക്ക് പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ ഇൻ്റർലോക്കൊക്കെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ടെസ്റ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിനി കണ്ടംബർ സ്റ്റൈലാണ് നമ്മൾ വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 നിലയുടെ ബേസ്മെൻറ്റിലാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ, നമുക്ക് ഈ സൈഡിലാണ് കിണർ വരുന്നത്. നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡിലാണ് നമുക്ക് കിണർ വരുന്നത്. അതുപോലെ നമുക്ക് ലൈൻ കണക്ഷൻ, നമ്മുടെ വാട്ടർ ലൈൻ കണക്ഷനും ഉണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ 4-2 ടൈലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വുഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചുവരിൽ പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ടൈലാണ് കേട്ടോ. നമ്മുടെ ടൈലാണ്, നമ്മുടെ കല്ലിൻ്റെ ഡിസൈനിൻ്റെ, ചെങ്കല്ലിൻ്റെ ഡിസൈനിലെ ടൈലും കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ തൂണും ചെയ്തിരിക്കുന്നത് ടൈലാണ്. ഇത് നമ്മുടെ ടൈലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിലെ ഡോറൊക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൗസ് സൈഡ് കളറൊക്കെ വരുന്നത് വൈറ്റാണ്. നമുക്ക് അകത്ത കളർ നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഹാള് വന്നിട്ട് നമുക്ക് TV യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ഹാളിലെ ഫോർ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ TV യൂണിറ്റൊക്കെ വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ TV യൂണിറ്റ് നമുക്ക് ഏകദേശം ഒരു 60 ഇഞ്ച് TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 4-2 തേയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റൊക്കെ നമുക്ക് നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. സെപ്പറേറ്റാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. ഇത് നമുക്ക് ഇത്തിരി സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. നമ്മുടെ വാഷ് സ്പേസ് നമ്മുടെ ഡൈനിങ് സെക്ഷനോട് ചേർന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വാഷ് സ്പേസിൽ നമ്മൾ ടെസ്റ്റ് വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കബോർഡ് വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന വാർമോരയാണ്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഹാളിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് നമുക്ക് 11:10 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. നമുക്കിവിടെ AC പോയിന്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കബോർഡ് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമ്മുടെ കബോർഡൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ HDI ബോർഡിലാണ് നമ്മുടെ കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹീറ്റർ പോയിന്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ റൂമിലും നമ്മൾ AC പോയിന്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന വാർമോരയാണ്. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യങ്ങളും നമ്മുടെ വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീഡിയോ കൂടെ ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുമ്പോൾ നമ്മൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വിലയിരുത്തണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റ് കളറാണ്, നമ്മുടെ റൂം വൈറ്റ് കളർ. നമ്മൾ ഒരു സിംഗിൾ ചുവര് മാത്രം നമ്മൾ ലൈറ്റ് കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വാർമോരയാണ്. നമ്മുടെ വാഷ് ബേസും കാര്യങ്ങളെല്ലാം വാർമോരയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളിൽ നിന്ന് 3ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം സൈസ് വന്ന് 12-13 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. നമുക്കിവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കബോർഡ് വർക്കൊക്കെ നമ്മൾ വലിയ രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ബെഡ്റൂമിൽ നമ്മളൊരു കളർ, നമ്മളൊരു ചെവിലെ കളർ നമ്മൾ മാറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പാർട്ടിക്ക് ഇഷ്ടപ്പെടുന്നത് ഇത് നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന വാർമോരയാണ്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലും കാര്യമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. നമുക്ക് വലിയൊരു കിച്ചണാണ് വരുന്നത്. നമ്മൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. അതുപോലെ നമ്മുടെ ഫ്ലോറിൽ ടൈൽ വന്നിട്ട് നമുക്ക് വുഡിൻ്റെ ഡിസൈൻ വരുന്ന മാറ്റ് ടൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ഗ്രിപ്പും കാര്യങ്ങളുള്ള ടൈലാണ്. നമ്മുടെ കിച്ചണിലെ കബോർഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത്. നമ്മുടെ കിച്ചണിലും കബോർഡും കാര്യങ്ങളും ഉപയോഗിക്കുന്നതിന് ഫുൾ നമ്മുടെ HDI ബോർഡാണ് നമ്മുടെ കബോർഡും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്.
പ്രീമിയം ലുക്കിൽ തന്നെയാണ് നമുക്കിവിടെ കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് വരുന്നത്. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വീട്ടിൻ്റെ ബാക്കിൽ നമുക്ക് ഇത്തിരി നല്ല സ്ഥലം വരുന്നുണ്ട്. നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നനകല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിലാണ് വരുന്നത്. ടെറസിൽ ടാങ്ക് വരുന്നത് 750 ലിറ്ററിൻ്റെ ഒരു വലിയ ടാങ്കാണ്. അതുപോലെ നമുക്ക് വലിയൊരു ടെറസും കാര്യമാണ് വരുന്നത്. അതുപോലെ ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെൻറ്റ് വരുന്നത്, 1000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആണ്. നമുക്ക് 2 കാറുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തുപ്രകാരമാണ് നമുക്ക് പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത്. ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് 38 ലക്ഷം രൂപയാണ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് നമുക്ക് കിണറും വരുന്നുണ്ട്. നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് 38 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട് വാങ്ങുന്ന ആൾക്കാരും താല്പര്യമുണ്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീഡിയോ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലെ വേൾഡ് ഡോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റോട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.